ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ റീറ്റെയിൽ മാർക്കറ്റ്, ഫ്രൂട്ട് വെൻഡേഴ്സ് were selling mangoes kept in packing boxes. These boxes contain varying number of mangoes. The following was the distribution of mangoes according to the number of boxes. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. 15 ബോക്സസിൽ 50 to 52 മാംഗോസ് ഉണ്ട്. 110 ബോക്സസിൽ 53 to 55 മാംഗോസ് ഉണ്ട്. 135 ബോക്സസിൽ 56 to 58 മാംഗോസ് ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ കുറേ ഡേറ്റ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് മാംഗോസ് കെപ്റ്റ് ഇൻ എ പാക്കിംഗ് ബോക്സ്. വിച്ച് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ മീൻ ഡിഡ് യു ചൂസ്? അപ്പോൾ ഇവിടെ നമുക്ക് മീൻ നമ്പർ ഓഫ് മാംഗോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഏത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വലിയ നമ്പേഴ്സാണ് നമുക്ക് നമ്പർ ഓഫ് ബോക്സസ് ഒക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്കിവിടെ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഒന്ന് ശ്രദ്ധിക്കുക. 50 to 52, 53 to 55, 56 to 58. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് ഇവിടെ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ 52 കഴിഞ്ഞാൽ അടുത്തത് 53 ആണ്. ഇവിടെ 55 കഴിഞ്ഞാൽ അടുത്തത് 56 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റും അടുത്തതിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ആ 1ൻ്റെ ഹാഫ് എത്രയാണ് എന്ന് നോക്കുക. ദാറ്റ് ഈസ് 0.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ് ഇൻ്റർവെലിൻ്റെയും ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുകയും ചെയ്യണം. ഇതൊക്കെ നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം ക്ലാസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അപ്പർ ലിമിറ്റും അടുത്തതിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ 1 ആണ് ഡിഫറൻസ് അല്ലേ? 52ഉം 53ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 0.5. ആ 0.5 ഈ ലോവർ ലിമിറ്റിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം. ഈ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ഓരോന്നിൻ്റെയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം നമ്പർ ഓഫ് മാംഗോസ്. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂസ് ആക്കി അങ്ങ് എഴുതുവാണ്, അല്ലെങ്കിൽ നമ്മുടെ കോളംസ് ഇവിടെ നീണ്ടുപോകും. അപ്പം നമുക്കിവിടെ 0.5 ആണ് കിട്ടിയത് അല്ലേ? അത് 50ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 49.5. 52ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 52.5 എന്ന് കിട്ടും. നമ്പർ ഓഫ് ബോക്സസ് അതെന്താണ്? ഫ്രീക്വൻസിയാണ്. FI അതെത്രയാണ് ഇവിടെ? 15. ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ 53ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 52.5. അടുത്തത് 55ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താവും? 55.5. അതിൻ്റെ FI എന്ന് പറയുന്നത് 110 ആണ്. അടുത്തത് ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 56ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്താൽ 55.5. അടുത്തത് 58ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 58.5. അവിടെ FI എന്ന് പറയുന്നത് 135 ആണ്. ഇനി അടുത്തത് 59ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 58.5. 61ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 61.5. ഇവിടെ 115 ആണ് FI. അടുത്ത 62ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ 61.5. 64ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 64.5. എല്ലായിടത്തും 0.5 ആണ് സബ്ട്രാക്റ്റ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ FI ഈസ് 25. അപ്പോൾ ഇനി നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് എന്തായി? കണ്ടിന്യൂസ് ആയിട്ട് മാറി അല്ലേ? ഇവിടെ 52.5 ആണ്. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 52.5ലാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആണല്ലോ. എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്.
ഇനിയും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ക്ലാസ് ഇൻ്റർവെൽസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ ക്ലാസ് മാർക്ക്, അതായത് XI കണ്ടുപിടിക്കണം. അപ്പോൾ 49.5 to 52.5 ഇത് തമ്മിൽ എത്രയാണ് ഡിഫറൻസ്? 49.5, 50.5, 51.5, 52.5 അല്ലേ? അപ്പോൾ 3 ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ 4th ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആ 3യുടെ ഹാഫ് കാണുക. അതെത്രയാണ്? 1.5. ആ 1.5 ഈ 49.5ൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? XI കിട്ടും. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. നിങ്ങൾ ഓരോന്നും ഇങ്ങനെ എഴുതി ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഒത്തിരി ടൈം വേസ്റ്റ് ആവും ബോർഡ് എക്സാമിന് പ്രോബ്ലം ചെയ്ത് വരുമ്പം കേട്ടോ. അത് വരാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. 49.5 to 52.5 വരെ 3 ആണ് ഡിഫറൻസ്. ആ 3യുടെ ഹാഫ് 1.5 ആണ്. ആ 1.5 നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 49.5ൻ്റെ കൂടെ 1.5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 51 കിട്ടും. അടുത്ത 52.5ൻ്റെ കൂടെ 1.5 ആഡ് ചെയ്താൽ 54 കിട്ടും. അടുത്തത് 5.5ൻ്റെ കൂടെ 1.5 ആഡ് ചെയ്താൽ 57 കിട്ടും. ഇതിൻ്റെ കൂടെ 1.5 ആഡ് ചെയ്താൽ 60 കിട്ടും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ 63 കിട്ടും. ഇനി അടുത്തത് എന്താണ്? DI കണ്ടുപിടിക്കണം. അപ്പോൾ DI എന്ന് പറയുന്നത് എന്താണ്? XI മൈനസ് A. A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ XIയുടെ സെൻറ്ററിൽ വരുന്നതാണ്. അതെന്താണ്? 57. അപ്പോൾ XI മൈനസ് 57 എന്ത് വരും? 51 മൈനസ് 57 ദാറ്റ് ഈസ് -6. 54 മൈനസ് 57 ദാറ്റ് ഈസ് -3. 57 മൈനസ് 57 ദാറ്റ് ഈസ് 0. 60 മൈനസ് 57 ഈസ് 3. 63 മൈനസ് 57 ഈസ് 6. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് UYയും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറുതാകും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ UY കണ്ടുപിടിക്കുന്നു. UY എന്ന് പറയുന്നത് എന്താണ്? XI മൈനസ് 57/H. H ഇവിടെ എത്രയാണ്? H എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാസ് വിഡ്ത്താണ് കേട്ടോ. അതെത്രയാണ്? 3 ആണ് അല്ലേ? 49.5 to 52.5 അവിടുത്തെ വരെയുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിനെ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയും. ദാറ്റ് ഈസ് 3. അപ്പോൾ ഇവിടെ XI മൈനസ് 57/3 എന്ത് വരും? XI മൈനസ് 57 ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം -6 ആണ്. -6/3 മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ XI മൈനസ് 57 ആണ് ന്യൂമറേറ്ററിലുള്ളത്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഓരോ വാല്യൂവിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ -6/3 ദാറ്റ് ഈസ് -2. -3/3 ഈസ് -1. 0. 3/3 ഈസ് 1. 6/3 ഈസ് 2. കണ്ടോ, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി അടുത്ത എന്താണ്? FI UY. അപ്പോൾ ഇനി നമ്മൾ ഈ FIയുടെ വാല്യൂസും ഈ UYയുടെ വാല്യൂസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 15 × 2 30. അപ്പോൾ ഇവിടെ -30. അടുത്തത് 110 × 1 ദാറ്റ് ഈസ് 110. ഇത് 0 ആയിട്ട് മാറും. അടുത്തത് 115 × 1 ദാറ്റ് ഈസ് 115. അപ്പോൾ നിങ്ങൾ നോക്കുക, FI തന്നെ ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മാറി ഈ XIയും കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത് കേട്ടോ. അടുത്തത് 25 × 2 ദാറ്റ് ഈസ് 50. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ FI വേണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5, 10, 15, 20. 0. അടുത്ത 2, 2, 3, 4, 7, 7 + 1, 8, 8 + 2, 10. 1, 1, 2, 3, 4. നമുക്ക് 400 എന്ന് കിട്ടി. സിഗ്മ FI 400 എന്ന് കിട്ടി. അടുത്തത് സിഗ്മ FI UY. അതെന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ -140. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ
165. രണ്ടും കൂടിയുള്ള ഡിഫറൻസ് 25. അപ്പോൾ സിഗ്മ FI/UI ഈസ് 25. ഇനി നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു A പ്ലസ് H ഇൻറ്റു സിഗ്മ FI/UI ഡിവൈഡഡ് ബൈ സിഗ്മ FI. നമുക്ക് A എന്തായിരുന്നു കിട്ടിയത്? A ഈസ് 57 ആയിരുന്നു അല്ലേ? A ഈസ് 57. H എന്തായിരുന്നു? H 3 ആയിരുന്നു. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു A ഈസ് 57 പ്ലസ് 3 ഇൻറ്റു FI/UI ഈസ് 25 ഡിവൈഡഡ് ബൈ 400 ഇസ് ഈക്വൽ ടു 57 പ്ലസ് 3 ഇൻറ്റു ഇത് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് 16 എന്ന് കിട്ടും. ഇനി 3/16 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3/16. അപ്പോൾ നമ്മളിവിടെ 0 പോയിൻ്റ് ഇടുന്നു. 31, 16, 14. ഇനി 0 ഇട്ട് കൊടുക്കുന്നു. 0, 16 ഇൻറ്റു 8 ചെയ്താൽ 128. അപ്പോൾ 8, 128. ഇവിടെ 3, 10, 2, 1, 0, 0, 16 ഇൻറ്റു 7, 42, 112 എന്ന് കിട്ടി. 7, 112, 8, again 0, 0, 16 ഇൻറ്റു 5, 0, 3, 8. ഇവിടെ 5 എന്ന് കിട്ടി. 80, 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മൾ 3/16 ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. 0.1875. ആഡ് ചെയ്യുമ്പോൾ 57.1875 എന്ന് കിട്ടും. ഇവിടെ 8 കഴിഞ്ഞ് 5നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു നമ്പറാണ്. അതുകൊണ്ട് 57.19 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്തായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് മാംഗോസ് കെപ്റ്റ് ഇൻ എ ബോക്സ്. അപ്പം മീൻ നമ്പർ ഓഫ് മാംഗോസ് കെപ്റ്റ് ഇൻ എ ബോക്സ് ഈസ് ഈക്വൽ ടു 57.19. ഏത് മെത്തേഡ്, വിച്ച് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ മീൻ ഡിഡ് യു ചൂസ്? ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈസിയാണ്. കാൽക്കുലേഷൻസ് തെറ്റാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. ആദ്യം നിങ്ങൾ ക്ലാസ് ഇൻ്റർവെൽസ് കാണുമ്പോൾ കണ്ടിന്യൂസ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.